ഡിജിറ്റൽ ഗോൾഡിന്റെ അപകടമൊന്നുമില്ലാതെ നിക്ഷേപിക്കാൻ പറ്റിയ ഒന്നാണ് ഗോൾഡ് ETF. സിൽവർ ETFും സുരക്ഷിതം. ഇപ്പോൾ കുറച്ചായിട്ട് സ്വർണ്ണ വെള്ളി ETFകൾക്ക് ഇടിവുമാണ്. ഇപ്പോൾ നിക്ഷേപിക്കാൻ പറ്റിയ സമയമാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. 2025 ഇതുവരെ സ്വർണ്ണ ETFകൾ നിക്ഷേപകർക്ക് നൽകിയത് 57% ആദായമാണ്. വെള്ളി ETFകൾ 75% നേട്ടം നൽകി. കഴിഞ്ഞ മാസം ഗോൾഡ് ETF 6% ഇടിഞ്ഞു. സിൽവർ ETF 9%. ഇടിഞ്ഞതുകൊണ്ട് വാങ്ങാൻ പറ്റിയ സമയമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം. എന്നാൽ ഒരു വർഷം കൊണ്ട് കയറിയ കയറ്റത്തിൽ വച്ചു തന്നെ നിക്ഷേപിക്കുന്നത് അബദ്ധമാകുമോ? ഇതാണ് ചോദ്യം. വിദഗ്ധരുടെ അഭിപ്രായം ഇതാണ്: ഇപ്പോഴത്തെ ഇടിവിനെ ഒരു താൽക്കാലിക പ്രതിഭാസമായി കണ്ടാൽ മതി. ഹ്രസ്വകാല കയറ്റിറക്കം നോക്കി സമയം കളയരുത്. ദീർഘകാല കാഴ്ചപ്പാടാണ് വേണ്ടത്. അത്രയും കേട്ടപാടെ ഉള്ള സമ്പാദ്യമെല്ലാം ETF-ൽ നിക്ഷേപിച്ചു കളയരുത്. എപ്പോഴും പടിപടിയായി ചിട്ടയായി പരിമിതമായി നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് സമ്പാദ്യം വളർത്താനുള്ള തുകയിൽ ഒരു പങ്ക്, ഒരു 10% ETF-ൽ ഇപ്പോൾ മുടക്കാം. നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള ചാഞ്ചാട്ടം കുറയ്ക്കാൻ 10% വരെ സ്വർണത്തിലും വെള്ളിയിലും നിക്ഷേപിക്കാം. ദീർഘകാല വളർച്ച നോക്കിയാൽ ഓഹരികളുമായി മത്സരിക്കാൻ ഇവയ്ക്ക് കഴിയില്ല. വെള്ളിക്ക് സ്വർണത്തേക്കാൾ ദുർബലമായ ദീർഘകാല സാധ്യതയാണ് വിദഗ്ധർ കാണുന്നത്. അതുകൊണ്ട് ഒരു പോർട്ട്ഫോളിയോ സ്റ്റെബിലൈസറായി മാത്രം ഇപ്പോൾ സ്വർണത്തെയും വെള്ളിയെയും കാണുക. ഒറ്റത്തവണയായി വലിയ തുക നിക്ഷേപിക്കുന്നതിന് പകരം പടിപടിയായി SIP രീതിയിൽ നിക്ഷേപിക്കാൻ ശീലിക്കുക. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങി സംഭരിക്കുന്നതും വെള്ളിയുടെ വിതരണത്തിലെ പോരായ്മയും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ലോഹങ്ങളിലെ നിങ്ങളുടെ നിക്ഷേപത്തിന് പിന്തുണ നൽകും. വിദഗ്ധരോട് ചോദിച്ചു നോക്കുക, തീരുമാനിക്കുക.